ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ കുറച്ച് ദിവസത്തെ ലീവൊക്കെ കിട്ടി ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ ലീവ് അത്ര എളുപ്പത്തിൽ കിട്ടിയതൊന്നുമല്ല. ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ഈ ദിവസങ്ങളൊക്കെ സ്വന്തമാക്കിയത്. എനിക്ക് പൂരം കാണണം, നാട്ടിലെ ഈ വൈബ് വീണ്ടും ഫീൽ ചെയ്യണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. ഇന്നത്തെ വ്ലോഗ് മുഴുവൻ എൻ്റെ നാട്ടിലെ ഒരു സിമ്പിൾ ബ്യൂട്ടിഫുൾ ഡേ ആണ്. ഞാനും ചേച്ചിയും കൂടെ രാവിലെ പോകുന്നത് ചേച്ചിയുടെ യോഗ സെൻറ്ററിലോട്ടാണ് കേട്ടോ. കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് യോഗയൊക്കെ ചെയ്ത് ഒന്ന് കംഫർട്ടായിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പോരുന്നതിന് മുമ്പേ ചേച്ചി മെഷർമെൻ്റ് ഒക്കെ ചോദിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അത് റെഡി ആയിട്ടില്ലായിരുന്നു. പിന്നെ നേരെ നമ്മുടെ വീട്ടിലോട്ടെത്തി. നമ്മുടെ വീട്ടിലാണെങ്കിൽ മോച്ചയ്ക്ക് ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. നമുക്കുള്ള സ്ഥലത്ത് ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നോക്കിയപ്പം കുറേ കുമ്പളങ്ങ എടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു, സോമ വേണമെങ്കിൽ കുമ്പളങ്ങ എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കും. പണ്ടൊക്കെ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ വന്നപ്പോഴേ മസ്കറ്റിൽ വെച്ച്. അങ്ങനെ രാവിലെ ഒന്ന് ആയിക്കോട്ടെ എന്ന് കരുതി ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ജ്യൂസ് ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ കുടിക്കാനുള്ള പരിപാടിയാണ്. അമ്മ പറഞ്ഞ അതിനകത്ത് ഇഞ്ചിയും നാരങ്ങയും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കുമെന്ന്. ഇഞ്ചി നോക്കിയപ്പം ഇഞ്ചി കണ്ടില്ല, നാരങ്ങ നോക്കിയപ്പം നാരങ്ങയും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് മോച്ചച്ച അമ്മയും കൂടെ ഉള്ളൊരു തർക്കവും പരിഹരിച്ച്. കാരണം എന്നാന്ന് വെച്ചാൽ മോച്ചച്ചയാണ് അമ്മേനെ എപ്പോഴും സഹായിക്കാറ്. ഇവർ രണ്ടുകൂടെ ഒരുമിച്ചാണ് കിച്ചണിൽ എല്ലാ പരിപാടിയും. അപ്പം മോച്ചച്ച എന്തോ ധൃതി ചെയ്തപ്പം വീഴാൻ പോയെന്നോ. അപ്പം അമ്മയുടെ ഡയലോഗ്, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ എപ്പോഴും ധൃതി പിടിച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. അങ്ങനെ ആ വഴക്കൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ, ഞാൻ ചെല്ലാറില്ല, കാരണം നമുക്ക് ചെന്നിട്ട് ഒരു കാര്യമില്ല. അവർ പിന്നെയും ചക്കരയും പീരയും പോലെ, അതുകൊണ്ട് നമ്മൾ ഇടപെടാറില്ല. അവരതൊക്കെ ഒത്തുതീർപ്പാക്കിയിട്ട് ഞങ്ങൾ പിന്നെ ജ്യൂസ് കുടിക്കാൻ വന്നിരുന്നു. ഈ സ്ഥലത്തിരുന്നാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. എന്നാന്നറിയത്തില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പം ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഇത് പിന്നെ ദിലീപ് ചേട്ടൻ, അതെ, പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു അടപ്പുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ ദിലീപ് ചേട്ടൻ വന്നപ്പം പുളിമുട്ടായി ഒക്കെ ആയിട്ട് വന്നു. ഹാ എന്താ അല്ലേ ഒരു നൊസ്റ്റാൾജിയ. അതെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോഴേക്കും ആണെങ്കിൽ അമ്മ ചക്കയൊക്കെ വേവിച്ചിട്ട് കഴിക്കാൻ വിളിച്ചു. ചക്ക വേവിച്ചത് മാങ്ങ അച്ചാറും പഴമാങ്ങക്കറിയും. എനിക്ക് വയ്യ. ഇത്തരം നാടൻ രുചികൾ തന്നെയാണ് പ്രവാസിയായി എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് പ്രത്യേകിച്ച് എനിക്ക് വാഴയില കഴിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഞാനും കുഞ്ഞാപ്പും ദേവൂട്ടനും കൂടെ വാഴയില വെട്ടാൻ ഇറങ്ങി. വാഴയിലയൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് അകത്തോട്ട് കയറാമെന്ന് കരുതി. കുഞ്ഞാപ്പു എന്ന് പറയുന്നത് ഹിമച്ചേച്ചിയുടെ രണ്ടാമത്തെ ആളാണ് കേട്ടോ. അതെ, എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിങ്ങനെയാണ് കേട്ടോ പൊതിച്ചോറ്, പിന്നെ നാട്ടിലെ ഇങ്ങനെ ചില സാധനങ്ങൾ, അതായത് ചേമ്പ്, കാച്ചിൽ, അങ്ങനെയൊക്കെയുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക, ഇതൊക്കെ നമുക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കണം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അമ്മ പഴമാങ്ങ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടു തരുന്നുണ്ടായിരുന്നു. ദേവുമോനാണെങ്കിൽ എഴുന്നേറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ എങ്ങനെയും ചക്ക കഴിച്ചാൽ മതിയെന്നിരിക്കുക. അപ്പോൾ കുഞ്ഞാപ്പം ഒരു സൈഡിൽ കൂടെ ഇടിയപ്പം കഴിക്കുന്നുണ്ട്, ഹിമചേച്ചി ഞാനും ചക്ക കഴിക്കുന്നു. അങ്ങനെ അച്ഛയാണെങ്കിൽ എന്തിനോ ഫോണിൻ്റെ എന്തോ കാര്യം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കവലയ്ക്ക് പോയേക്കുക. ദേവു ഓൾറെഡി മോച്ചച്ചയോട് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരണമെന്ന്. അങ്ങനെ മോച്ചച്ച കൊണ്ടുവന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞാൻ ചെന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നേ. അത് അപ്പം ഒരു സുഖമായിരുന്നല്ലോ ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പം. അമ്മ ഇച്ചാച്ചയോട് അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇച്ചാച്ചയോട് പറയുകയാണ് എനിക്ക് ചാനലുണ്ട് എന്നൊക്കെ പറയുക. എന്നിട്ട് നൈറ്റ് അയച്ചിടാ, സോമ എപ്പോഴാണ് വീഡിയോ എടുക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നി കുഞ്ഞാപ്പൂൻ്റെ സൈക്കിളൊക്കെ ഒന്ന് ഓടിച്ചേക്കാന്ന്. സമയം എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി വീണ്ടും ബ്ലൗസൊക്കെ വാങ്ങിച്ച് റെഡിയായി നേരെ അമ്പലത്തിലോട്ടെത്തി. അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് കുറേ ദിവസമായി. 10 ദിവസത്തെ ഉത്സവമായിരുന്നു. ഞാൻ ഈവനിങ്ങിലാണ് എത്തുന്നത് കേട്ടോ. അന്ന് ശരിക്കും 7ാം ദിവസത്തെ ഉത്സവമായിരുന്നു. പിന്നെ ഞാൻ അമ്പലത്തിലോട്ട് പോയത് 8ാമത്തെ ദിവസത്തെ ഉത്സവത്തിനാണ് കേട്ടോ. ഈ ലീവ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, എല്ലാ വർഷത്തെയും പോലെയല്ല, ഈ വർഷം എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമായിരുന്നു എനിക്ക് അമ്പലത്തിൽ പൂരം കൂടണം, അമ്പലത്തിലെത്തണം. എന്തോ എനിക്ക് അത്രയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ ലീവ് ചോദിച്ചു, കിട്ടിയില്ല. കുറേ റിക്വസ്റ്റ് ചെയ്തു, കിട്ടിയില്ല. ഫൈനലി എനിക്ക് കുറേ സ്ട്രഗിൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് പൂരം കൂടാനുള്ള കുറച്ച് ദിവസം കിട്ടി. അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത് കേട്ടോ. എന്തോ ചില ആഗ്രഹങ്ങൾ എനിക്ക് അങ്ങനെയാണ്, തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ അങ്ങനെ ഞാൻ നാട്ടിലെത്തി ഉത്സവം കൂടുകയാണ്. അതുകൊണ്ട് എനിക്ക് ഓരോ മൊമെൻറ്റും ഭയങ്കര പ്രഷ്യസ് ആയി തോന്നി. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഓൾമോസ്റ്റ് 10 വർഷമായി അമ്പലത്തിൽ
ഉത്സവം കൂടിയിട്ട്. എല്ലാ വർഷവും ആ ഏരിയയിലുള്ള എല്ലാ പ്രവാസികളും വരും, ഞാൻ മാത്രം വരാറില്ല. എന്തോ ഈ വർഷം എനിക്ക് പോകണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ലീവ് നേരത്തെ ഞാൻ ബുക്ക് ചെയ്ത് കിട്ടിയുമില്ല. ഇന്നത്തെ ദിവസത്തെ ഈ തീയാട്ട് നമ്മുടെ പേരിലുള്ളായിരുന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് 8ാം ദിവസമെങ്കിലും എനിക്ക് വരാൻ സാധിച്ചാലോ ഒരുപാട് ഭാഗ്യമായിട്ട് കരുതുന്നു. അമ്പലത്തിലെ ഈ തിരക്കും അവിടെയുള്ള പരിപാടികളും ആ ദീപങ്ങളുടെ വെളിച്ചം ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് മാറിയതുപോലെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. എന്താ ഇവിടെ താമസിക്കുന്നതുകൊണ്ടാണോ അങ്ങനെ? അറിയില്ല. അതോ എനിക്കിനി പ്രായമാകുന്നതുകൊണ്ടാണോ? അതും അറിയില്ല. എന്തായാലും മനസ്സിന് നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. പണ്ട് കളരിക്കൽ അമ്പലത്തിലെ ഉത്സവം 10 ദിവസമല്ലായിരുന്നു. അതായത് ഞങ്ങളുടെ കുഞ്ഞിലെ 1 ദിവസം അല്ല 2 ദിവസം അങ്ങനെയുള്ളായിരുന്നു. പിന്നെ പൂരവും അതായിരുന്നു. അത് ഒരുപാട് മാറി. അമ്പലത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റങ്ങളായി. ഉത്സവവും 10 ദിവസമായി. പക്ഷേ കൂടാനായിട്ട് നമുക്ക് പറ്റിയില്ല. കുഞ്ഞാറ്റയ്ക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ലാസ്റ്റായിട്ട് ഉത്സവം കൂടുന്നത്. അങ്ങനെ തീയാട്ടോടുകൂടി ഇന്നത്തെ ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോരുവാണ്. ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന തൊണ്ടാണ് കേട്ടോ, അമ്പലത്തിന് പുറയിലൂടെയുള്ള. ഞങ്ങളിതിന് തൊണ്ടെന്നാണ് പറയുന്നത്. എന്താ നിങ്ങളൊക്കെ പറയുന്നത് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഒരു വലിയ ഹാപ്പിനെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.